എനിക്ക് വയ്യ, ഇനി ഞാൻ ചെയ്ത ചത്തു. കഴിഞ്ഞ വർഷം 2024 ജനുവരി 3-ാം തീയതിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് മാറുന്നത്. ആഫ്റ്റർ ഷിഫ്റ്റ് കഴിഞ്ഞ്, അതായത് കറക്റ്റ് 1 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ റൂം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ചില്ലറ പരിപാടിയൊന്നും അല്ലായിരുന്നു. ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ ഉള്ള റൂമിൻ്റെ അവസ്ഥ ഇത്രയും വിജൃംഭിച്ചായിരുന്നു. ഓൾറെഡി 2 ആഴ്ച കൊണ്ട് വൃത്തിയേടായി കിടക്കുന്ന റൂമാണിത്. ഇത് വൃത്തിയാക്കാൻ എനിക്ക് സമയമില്ലാഞ്ഞിട്ടില്ല. വൃത്തിയാക്കാൻ ഞാൻ ഇതൊരു റീക്രിയേഷനിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിരുന്നതാണ്. ഓരോ പ്ലേസും കണ്ടില്ല എത്ര വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത്. പുതിയ വർഷത്തിൽ ഇത് ചെയ്യണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ശരീരസുഖം ഇല്ലായിരുന്നു. നല്ല രീതിയിലുള്ള പനിയും തുമ്മലും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. ടോട്ടലി ബെഡൊക്കെ ചേഞ്ച് ചെയ്ത് അലമാരിയൊക്കെ വേറെ സൈഡിലാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഉള്ള ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ട് പകുതി സ്റ്റെപ്പ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി നല്ലോണം കുഴഞ്ഞു. ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ടയർഡ്നെസ് തോന്നും. ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർക്കത്തില്ല എന്ന് എനിക്ക് എന്തായാലും നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ അലമാരയിലിരിക്കുന്ന എൻ്റെ പഴയ ഡ്രസ്സും ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ എടുത്ത് റിമൂവ് ചെയ്യുക, ആവശ്യമില്ലാത്ത റൂമിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റാന്നുള്ളൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ടായിരുന്നു. ഇല്ലറ പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ സഹോ. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇതിനിടയിൽ ആ വയ്യായ്മയും കൂടെ ആയപ്പോൾ ഞാൻ നല്ലോണം തളർന്നു. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. ഇന്നത്തേക്ക് ഇത്ര മതി. ബെഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയതിന് ശേഷം, ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയതിന് ശേഷം നാളെ രാവിലെ ചെയ്ത് തീർക്കാൻ കുറച്ചധികം പണികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റൂമും കൂടെ വൃത്തിയാക്കി സെറ്റാക്കാം. എനിക്ക് വയ്യ, ഞാൻ തളർന്നു, ഞാൻ ചത്തു. പോയി കിടന്നുറങ്ങാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂട്ടിന് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെന്ന് തോന്നിയേനെ. പോയി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ വന്ന് കിടന്നുറങ്ങി. താങ്ക് യു സോ മച്ച്. ബാക്കി നാളെ.